കഴിഞ്ഞ ക്ലാസ് നമ്മൾ പറഞ്ഞുകൊണ്ട് വന്നത് accuracy and precision. What is the difference between what is accuracy, what is precision, and what is the difference? And we have seen some related topics. Okay. Now, today we will discuss something about the types of errors. Types of errors. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു എക്സ്പെരിമെന്റ് ചെയ്യുമ്പോഴേ പല വിധത്തിലും എറർ വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് കിട്ടുന്ന വാല്യൂ തമ്മിലുള്ള വ്യത്യാസം. നമ്മൾ ട്രൂ വാല്യൂ എക്സ്പെരിമെന്റൽ വാല്യൂ എന്നൊക്കെ പറഞ്ഞില്ലായിരുന്നോ? അപ്പോൾ അങ്ങനെ വരാൻ അല്ലെങ്കിൽ ഒരു എറർ വരാൻ സാധ്യത ട്രൂ വാല്യൂ എക്സ്പെരിമെന്റൽ വാല്യൂ നമ്മൾ ഒന്നായിരിക്കണം. അങ്ങനെ ഒരിക്കലും സാധ്യതയില്ല. പലപ്പോഴും എന്തെങ്കിലും ചെറിയ ചെറിയ മിസ്റ്റേക്കുകളുണ്ട്, ചെറിയ ചെറിയ എറേഴ്സ് നമുക്ക് ലാബിൽ വരും, അതിനനുസരിച്ച് ചെറിയ മിസ്റ്റേക്ക് ഉണ്ടാവും. എന്തൊക്കെ ടൈപ്പ് എറേഴ്സ്? നമുക്ക് ക്ലാസിഫൈ ദീസ് എറേഴ്സ്. യൂഷ്വലി ഇൻ ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് ദ എറേഴ്സ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻടു two classes mainly. One is called the determinate errors. രണ്ടാമത്തെ പേര് ഓട്ടോമാറ്റിക് നമുക്ക് കിട്ടുന്നതാണ് ഇൻഡിറ്റർമിനേറ്റ് എറേഴ്സ്. ആ പേരിൽ തന്നെ നമുക്ക് ഏകദേശം കാര്യം മനസ്സിലാവുന്നത്. ഡിറ്റർമിനേറ്റ് എറേഴ്സ് ആൻഡ് ഇൻഡിറ്റർമിനേറ്റ് എറേഴ്സ്. എന്താ വ്യത്യാസം? ഡിറ്റർമിനേറ്റ് ആണ്. ദാറ്റ് ഈസ് ഡിറ്റർമിനേറ്റ് എറേഴ്സ് ആർ ദോസ് എറേഴ്സ് whose source can be determined or found out. മനസ്സിലായില്ലേ? ഒരു എക്സ്പെരിമെന്റ് ചെയ്ത് ഒരു എറർ വന്നെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മളത് എക്സ്പെരിമെന്റ് ചെയ്യുന്നതെന്ന് ശ്രദ്ധിച്ചൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എവിടെയാണ് എറർ വന്നിരിക്കുന്നത്, എന്തുകൊണ്ടാണ് എറർ വന്നിരിക്കുന്നത് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ those errors can be either completely avoided or at least minimized. ശരിയല്ലേ? എറർ വന്ന മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ എററെ പരമാവധി കുറക്കാനോ അല്ലെങ്കിൽ പൂർണ്ണമായും ഒഴിവാക്കാൻ നമുക്ക് പറ്റും. ആ ടൈപ്പ് എറേഴ്സിനാണ് എന്ന് പറയുന്നത് ഡിറ്റർമിനേറ്റ് എറേഴ്സ്. They are those errors whose source എവിടെ നിന്നാണ് ഉണ്ടായത്, source can be identified and thus that such errors can be either minimized or completely avoided. മറ്റേതെന്താണ്? കൃത്യമാണ്, പിന്നെ പറയേണ്ട ആവശ്യമില്ല. Indeterminate errors are those errors whose source is not easy to identify. How? Why such an error occurs? How did the error occur? That is not easy to identify. It is not easy, it is very difficult, or it is not possible, we can say, to identify, because this happens due to നമുക്ക് പറയാൻ മനസ്സിലാവും. അത് രണ്ട് വ്യത്യസ്ത കാരണമാണ്. ഇതെന്താണെന്ന് മനസ്സിലാക്കുക. Determinate errors. Of course, if you identify an error in a particular analysis, you can look into the experiment in more detail, and you can follow the experiment more closely and find out where did this error occur. Okay, such an error is called a determinate errors. And there are certain other random variations in experiment that we can say, and a slight variation in the values whose source cannot be identified, and thus it is not possible to avoid or minimize such errors. They are called indeterminate errors. Okay, this മനസ്സിലായല്ലോ? ഒന്ന്, ഒരു എറർ ഉണ്ടായി കഴിഞ്ഞാൽ ആ എറർ എങ്ങനെ ഉണ്ടായി നമുക്ക് കുറച്ചുകൂടി സൂക്ഷിച്ച് എക്സ്പെരിമെന്റ് ചെയ്യുന്നതൊക്കെ ശ്രദ്ധിച്ച് നോക്കി കഴിഞ്ഞാലോ അല്ലെങ്കിൽ ഒന്നുകൂടി ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എവിടെയാണ് തെറ്റ് വന്നത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. കുറച്ച് ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഇറ്റ് ക്യാൻ ബി ഫൗണ്ട് ഔട്ട്. അപ്പോൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് അത് നമുക്ക് തിരുത്താനും പറ്റും. മറ്റത് അങ്ങനെയല്ല, മനസ്സിലാക്കാൻ പറ്റില്ല, അതുകൊണ്ട് തന്നെ തിരുത്താനും പറ്റില്ല. ഡിറ്റർമിനേറ്റ് എറേഴ്സ് ആൻഡ് ഇൻഡിറ്റർമിനേറ്റ് എറേഴ്സ്. ഓക്കെ, നൗ വി കാൻ സീ ദാറ്റ് ദിസ് ഡിറ്റർമിനേറ്റ് എറേഴ്സ് can be classified again into different types. For example, instrumental errors. Personal or operative errors. Errors of the method. Okay, ഇതും പേര് കാണുമ്പോൾ തന്നെ ചെറിയ ഐഡിയ നമുക്ക് കിട്ടും. വളരെ വിശദീകരിക്കാൻ എളുപ്പമാണ്. ഇൻസ്ട്രുമെന്റൽ എറേഴ്സ് എന്തായിരിക്കും? in any analysis we use a lot of instruments. നമ്മൾ സാധാരണ ലാബിൽ ചെയ്ത ഏറ്റവും സിമ്പിളായ വോളിയോമെട്രിക് അനാലിസിസ് നമ്മൾ ബ്യൂററ്റ് ഉപയോഗിച്ചിട്ടുണ്ട്,
പിപ്പറ്റ് ഉപയോഗിച്ചിട്ടുണ്ട്, പിന്നെ വെയിറ്റ് കാണാൻ ബാലൻസ് ഉപയോഗിച്ചിട്ടുണ്ട്. ഓഫ്കോഴ്സ് നമ്മുടെ ഗ്ലാസ്സിനോട് മോണിക്രോപാസ്കൽ എന്തായാലും പ്രശ്നമില്ല. അതുപോലെയല്ല പിപ്പറ്റ് നമ്മളത് അളന്നെടുക്കുകയാണ്. പിപ്പറ്റുണ്ട് 20 ml. ബ്യൂററ്റ് അതിനും വോളിയം മെഷർ ചെയ്യാണ്, അല്ലെങ്കിൽ ഇലക്ട്രോണിക് ബാലൻസ് അത് വെച്ച് വെയിറ്റ് ഡിറ്റർമിൻ ചെയ്യാണ്. ഇതൊക്കെ ചെയ്തിട്ടാണ് നമ്മളൊക്കെ കണക്കൂട്ടിയാണ് അവസരം നമ്മുടെ ഫൈനൽ റിസൾട്ടിൽ എത്തുന്നത് അല്ലേ. വോളിയം 20 V1 N1 is equal to V2 N2, then the equivalent was multiplied by 10, and then of course the standardization is based on the mass of this more salt or mass of oxalic acid or mass of sodium carbonate. ഇതൊക്കെ നമ്മൾ എടുത്ത് ആ വെയിറ്റ് കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ്. അപ്പോൾ ആ വെയിറ്റ് എടുത്ത് തെറ്റാണെങ്കിൽ ഓഫ് കോഴ്സ് റിസൾട്ട് തെറ്റായിരിക്കും. അപ്പോൾ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ്, the faulty instrument that you are used to, the fault of the instrument, incorrect calibration of, അങ്ങനെ ശരിയാവും, incorrect calibration of the instrument that we are using. എന്താ പറഞ്ഞതിന്റെ അർത്ഥം? ഇൻകറക്റ്റ് കാലിബ്രേഷൻ. എല്ലാ ഇൻസ്ട്രുമെന്റും കാലിബ്രേറ്റ് ചെയ്യുന്നത് എന്താ? നമുക്കറിയാം, നമ്മുടെ പിപ്പറ്റ് നമുക്കറിയാം. പിപ്പറ്റിന്റെ നമ്മളെ പിപ്പറ്റ് അല്ലേ, ഈ പിപ്പറ്റിന്റെ നമുക്ക് ഇവിടെ ഇങ്ങനെ ഒരു മാർക്ക് ഉണ്ട്. ഇതിന്റെ ഇവിടെ ഇങ്ങനെ എന്ത് ചെയ്തിട്ട് 20 ml എഴുതി വെച്ചിട്ടുണ്ട്. ഈ മാർക്ക് ഇട്ടിരിക്കുന്ന ആരാണ്? ഈ മാർക്ക് ഇട്ടിരിക്കുന്നത് ഒരു അത് ഉണ്ടാക്കുന്ന സ്ഥലത്ത് വെച്ച് 20 ml മെഷർ ചെയ്ത് കൃത്യമായിട്ട് വരുന്ന പോയിന്റിലിട്ട് ആ മാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത് ഉപയോഗിച്ചെടുക്കുന്ന എല്ലാ 20 ml തെറ്റായിരിക്കും. 19.9 ഉണ്ടാവും, ചിലപ്പോൾ 20.2-3 ഉണ്ടാവും, അങ്ങനെയൊക്കെ വരാം. അപ്പൊ ഇത് കാലിബ്രേറ്റ് ചെയ്തിരിക്കുന്ന കൃത്യമല്ലെങ്കിൽ, അതുപോലെ ബ്യൂററ്റാങ്കിലോ പിപ്പറ്റിനാകും ഗുണുണ്ട്. പിപ്പറ്റിന് നമ്മളാകെ ഒരു വരയേ ഉള്ളൂ. ബ്യൂററ്റിന് നമ്മളാകലോ ബ്യൂററ്റിന് നമ്മൾ എത്ര വരകളുണ്ട്? 50 ml നമ്മൾ ഓരോ ml എടുക്കും 10 വരയുണ്ട്, 500 വരകളുണ്ട്. ഈ വരയൊക്കെ കൃത്യമായിട്ട് വരച്ചതല്ലെങ്കിൽ, 500 വരയുണ്ടെങ്കിൽ ഓരോന്നും കൃത്യമായിട്ട് വരച്ചതല്ലെങ്കിൽ of course there is a possibility of an error, isn't it? So we can see that due to the balance വെച്ച് വെയിറ്റ് വേണം. നമ്മൾ വെയിറ്റ് ഇലക്ട്രോണിക് ബാലൻസ് ശരിക്കും വർക്ക് ചെയ്ത് നമുക്ക് ഡിജിറ്റ് നമ്മൾ ആകെ എന്താ ചെയ്യുന്നത്? ഇവിടെ സാധനം നമ്മൾ വെക്കുന്നു, ആ റീഡിങ് കാണുന്നു, 20.5308 gram എഴുതി എടുക്കുന്നു. അത് ശരിയോ തെറ്റോ എന്ന് 100% ഉറപ്പിക്കാനൊന്നും പറ്റില്ല. ഉറപ്പാണെന്ന് വിശ്വാസം നമ്മൾ ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ. Okay, so due to the incorrect calibration of the instruments that we are using, there is every possibility of a occurrence of an error. So we have to use or make use of a exactly calibrated instruments. പിപ്പറ്റായാലും ബ്യൂററ്റായാലും ബാലൻസ് ആയാലും ഇനി വേറെ നമ്മൾ ഉപയോഗിക്കുന്നത് അതായാലും എല്ലാത്തിൻ്റെയും കാലിബ്രേഷൻ വളരെ കൃത്യമായി. നമ്മൾ റീഡിങ് ചുമ്മാ കാണുന്ന എഴുതിയെടുക്കുന്ന ആ റീഡിങ് ശരിയാണോ എന്ന് നമുക്ക് ഉറപ്പിക്കാനൊന്നും പറ്റില്ല. എല്ലാ ഇൻസ്ട്രുമെന്റിനുള്ള കുഴപ്പമാണ്. ഇത് മാത്രമല്ല, ഞങ്ങളുടെ ഫിസിക്സിലൊക്കെ പല ഇൻസ്ട്രുമെന്റ്സ് ഉപയോഗിക്കുന്നുണ്ട് അല്ലേ. അവിടെയൊക്കെ പലപ്പോഴും കാണാം നമുക്ക് ഇത് കൃത്യമായി കാലിബ്രേറ്റ് അല്ലെങ്കിൽ അത് ഒരു എറർ ഉണ്ടാക്കും. പറയുന്നത് ക്ലിയർ ആണോ? ഇത് കൂടുതൽ വിശദീകരിക്കാൻ സമയമൊന്നുമില്ല. നമ്മളാകെ ആ യൂണിറ്റിനാകെ നമുക്ക് 6 മണിക്കൂർ അലോട്ട് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ തന്നെ എത്രയോ ക്ലാസ് കഴിഞ്ഞു. ചുരുക്കി പറഞ്ഞങ്ങ് പോവാം. മനസ്സിലായില്ലേ? So we can see that due to the incorrect calibration of the instruments that we are using, the possibility of an error is there, and such errors are called instrument errors. For example, the pipette that we are using, if the mark on the stem of the pipette is not exact, that will cause an error. 20 ml ഉണ്ടാകുമ്പോഴേ ആരോ എഴുതി വെച്ചാണ്. മനസ്സിലായില്ലേ? എന്തിന്റെ ബേസിലാണ് ഈ മാർക്ക് വരുന്നത്? ഈ മാർക്ക് ഇട്ടിരിക്കുന്നത് അത് ഉണ്ടാക്കുന്ന കക്ഷി കമ്പനിയോ ആരാന്ന് വെച്ചാൽ ഇട്ടിരിക്കുകയാണ്. അപ്പൊ അതിൽ തെറ്റ് വരാൻ സാധ്യതകളൊക്കെ ഉണ്ട്. പരമാവധി കുറവായിരിക്കുമെങ്കിലും ആ തെറ്റുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ലോ ക്വാളിറ്റി ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ ഉപയോഗിക്കുമ്പോൾ തെറ്റ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മനസ്സിലായില്ലേ? Such errors are called instrumental errors. Clear? Due to the incorrect calibration of the instrument or the fault of the instrument or apparatus that we are using. Measuring apparatus മാത്രം, മറ്റേതൊന്നും കാലിബ്രേഷൻ ഇല്ല. മോണിക്രോപാസ്കൽ കാലിബ്രേഷൻ ഇല്ല. ഉണ്ടോ? ഗ്ലാസ് റോഡ്, ബീക്കർ നമ്മളൊക്കെ കുറെ 10-50 എഴുതിയിട്ടുണ്ട്. അതൊന്നും കാലിബ്രേറ്റ് വെറുതെ സുമാർ എഴുതി വെച്ചിരിക്കുകയാണ്. പക്ഷെ ബ്യൂററ്റ് പിപ്പറ്റിന്റെ വോളിയം വളരെ കറക്റ്റ് ആയിരിക്കണം. ആരും ഒരിക്കലും ഒരു ബീക്കർ ഉപയോഗിച്ചിട്ട് കൃത്യം വോളിയം നടക്കണം. സുമാർ അളക്കാം. നമ്മൾ ബീക്കർ കണ്ടിട്ടുണ്ടോ? ബീക്കറിന് വോളിയം 50, 100, 150, 200, 250 എഴുതി വെച്ചിട്ടുണ്ടാവും. അത് ഒരു അപ്രോക്സിമേറ്റ് വോളിയാണ്. മെഷറിംഗ് ജാർ കണ്ടിട്ടുണ്ടാവും 5, 10 വോളിയം. അതൊന്നും എക്സാക്ട് വോളിയോമെട്രിക് ഇൻസ്ട്രുമെന്റ് അല്ല. വോളിയോമെട്രിക് ആയിട്ട് നമ്മൾ മെഷർ ചെയ്യുന്നത് ബ്യൂററ്റും പിപ്പറ്റും മാത്രമാണ്. അത് കൃത്യമായിട്ട് കാലിബ്രേറ്റഡ് അല്ലെങ്കിൽ അവിടെ എറർ ഉണ്ടാവും. മറ്റേത് ഏകദേശം മതിയോ? കുഴപ്പമൊന്നുമില്ല. ഇതങ്ങനെയല്ല. മനസ്സിലായില്ലേ? നമ്മൾ V1, N1, V2 ആ വോളിയം ഒന്ന് ബ്യൂററ്റ് റീഡിംഗ് ആണോ പിപ്പറ്റിന്റെ? ആണ് പിപ്പറ്റിന്റെ 20 ml ഇൻറ്റു നോർമാലിറ്റി ഓഫ് HCl ഈസ് ഈക്വൽ ടു നമുക്ക് കൂട്ടത്തില്ലേ? അത് ബ്യൂററ്റിന്റെ ആയാലും പിപ്പറ്റിന്റെ ആയാലും ബ്യൂററ്റിനോട് പ്രത്യേകിച്ചിട്ടും 20.1, 20.2, 20.3, 20.4 ഓരോ സ്ഥലത്തും ഓരോ 0.1 ml കൃത്യമായിട്ട് അത് കാലിബ്രേറ്റഡ് ആയിരിക്കണം. മനസ്സിലായില്ലേ? അങ്ങനെ ചെയ്താൽ, അങ്ങനത്തെ കൃത്യമായി ചെയ്ത ഇൻസ്ട്രുമെന്റ് ചെയ്താൽ മാത്രമേ ഈ പറഞ്ഞ എല്ലാ എററും ഒഴിവാവില്ല, ഈ പറഞ്ഞ ഇൻസ്ട്രുമെന്റ് എറേഴ്സ് ഒഴിവാവുകയുള്ളൂ. സോ വി ഹാവ് ടു യൂസ് exactly calibrated instruments
for measurements. Then only we will get the correct answer, otherwise it will go wrong, and such errors are called instrumental errors. Okay. Now second one is personal errors. Who is the operator? Due to the mistake of that person, personal errors. നമ്മളെല്ലാവർക്കും ഉള്ള ലാബിലൊക്കെ ചെയ്യുമ്പോഴാണ് പേഴ്സണൽ എറേഴ്സ്. നമ്മൾ വളരെ കെയർലെസ് ആയിട്ട് പലപ്പോഴും ചെയ്യുക. എത്ര പറഞ്ഞാലും നമ്മൾ ചെയ്യുന്ന പലപ്പോഴും കെയർലെസ് ആയിരിക്കും. പിപ്പറ്റ് എങ്ങനെ പിടിക്കണം, വിവരട്ട് എങ്ങനെ ഉപയോഗിക്കണം എന്നത് കൃത്യമായിട്ട് പിപ്പറ്റ് പിടിക്കേണ്ട കാര്യം, പിപ്പറ്റ് റീഡിങ് നോക്കുന്നത് കണ്ണിന് നേരെ കൊണ്ടുവരണം. വിവരട്ട് ഇങ്ങനെ നമ്മൾ സ്റ്റാൻഡ് മേലെ വെച്ചിട്ട് നമ്മളിങ്ങനെ ഒന്നിട്ട് ശരീരം മേലോട്ട് കൊണ്ടുപോയിട്ട് ഒരൊക്കെ താഴെ കൊഞ്ഞിട്ടൊന്നും റീഡിങ് നോക്കാൻ പാടില്ല. വിവരട്ട് കയ്യിലെടുത്ത് കൃത്യമായി നേരെ പിടിച്ച് ഇതെങ്ങനെ പിടിച്ച് റീഡിങ് നോക്കണം എന്നൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടോ സ്കൂളിലൊക്കെ? ഇപ്പോൾ കഴിഞ്ഞ വർഷം സെക്കൻഡ് ഇയർ ചെയ്തപ്പോൾ പറഞ്ഞു തന്നിട്ടുണ്ടോ? പക്ഷെ എന്നാലും നമ്മൾ പലപ്പോഴും അതും ശ്രദ്ധിക്കില്ല, ഇഷ്ടം പോലെ ചെയ്യും. നമ്മളിൽ ആരായാലും മനുഷ്യന്മാരുടെ സ്വഭാവമാണ്, അതിനനുസരിച്ച് ഒരുപാട് എറർ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ദാറ്റ് ഈസ് പേഴ്സണൽ എറർ. അതായത് അശ്രദ്ധ കൊണ്ട് തന്നെ പോകണമെന്നില്ല, മനസ്സിലായില്ലേ? അശ്രദ്ധ കൊണ്ട് തന്നെ പോകണമെന്നില്ല. ഡ്യൂ ടു സം പേഴ്സണൽ ഇൻകേപ്പബിലിറ്റീസ്, എന്തൊക്കെ ശാരീരികമായ വൈകല്യങ്ങൾ. ഫോർ എക്സാമ്പിൾ നമുക്ക് എല്ലാവർക്കും കളർ ബ്ലൈൻഡ്നെസ് വരുന്നില്ല. കളർ ബ്ലൈൻഡ്നെസ് ദാറ്റ് മീൻസ് ഡിഫിക്കൽറ്റി ഇൻ ഐഡന്റിഫൈങ് ഡിഫറെന്റ് കളേഴ്സ്. Especially in titrations, we judge the endpoint by noting the color change of a particular indicator. The indicator ഉപയോഗിച്ചിട്ട് ഇപ്പം green of cell angle എന്താണ് pink to colorless, middle orange angle from golden yellow to red orange, idiochromatic angle from vibrant to blue. ഇതൊക്കെ നിങ്ങൾ ചെയ്താണ്. K-menophore angle when a permanent pale pink color appears. ഇങ്ങനെ എല്ലാ സ്ഥലത്തും കളർ നോക്കാനുണ്ട്. അപ്പൊ ഈ കളറിന് കൃത്യമായി, പ്രത്യേകിച്ച് കളർ ചേഞ്ച്, ഒരു കളർ വരുന്നോ പോകുന്നോ കുറച്ചുകൂടി എളുപ്പത്തിൽ മനസ്സിലാവും. ഒരു കളർ വേറെ കളറായി മാറുന്ന എല്ലാവർക്കും കൃത്യമായിട്ട് മനസ്സിലാവാൻ പറ്റില്ല. പിന്നെ ഓഫ്തന്റെ കേസിൽ എന്താണ്, കളർ കുറഞ്ഞിട്ട് അപ്രത്യക്ഷമാണ്. നേരത്തെ മീനർ ഓറഞ്ചിന്റെ കേസിൽ എന്താണ്, ആ ഗോൾഡൻ യെല്ലോയിൽ നിന്ന് റെഡ് ഓറഞ്ചായി മാറുകയാണ് അല്ലേ? ഇരിയോക്രോമാറ്റിന്റെ കേസിൽ എന്താണ്, വൈൻ റെഡിൽ നിന്ന് ബ്ലൂ ആയി മാറുകയാണ്. അപ്പൊ ആ കളർ ചേഞ്ച് കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാത്ത എന്തെങ്കിലും വൈകല്യം കണ്ണിനുണ്ടെങ്കിൽ ഉണ്ടാവും. ഒരുപാട് ആൾക്കാരുണ്ട്, ലോകത്ത് എത്രയോ ചെറിയൊരു ശതമാനം ആൾക്കാർക്ക് അസുഖമാണ് കളർ ബ്ലൈൻഡ്നെസ്. വളരെ ചെറിയ മനുഷ്യരുണ്ട്, എന്നാലും ഉണ്ട്. ലക്ഷത്തെ എത്ര ആൾക്ക് എന്നുള്ളത് കൃത്യമാണ്, അത്രയാൾക്ക് കളർ ബ്ലൈൻഡ്നെസ് ഉണ്ടാവും. കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ് ചെയ്യുന്നെങ്കിലോ അയാൾക്ക് അതിന്റെ എൻ പോയിന്റ് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റില്ല. അത് അയാളുടെ ശ്രദ്ധക്കുറവല്ല, മനസ്സിലായില്ലേ? ശ്രദ്ധക്കുറവിനെ വരണമെന്നില്ലെന്ന് പറഞ്ഞാൽ പേഴ്സണൽ എറർ may occur either due to carelessness of the person who is doing the experiment or doing the operation, or the personal some incapability of the person. മനസ്സിലായില്ലേ? എന്തുകൊണ്ടാണ് ചെയ്തത് ഉപയോഗിക്കുന്ന അത് ചെയ്യുന്ന ആളുടെ കുഴപ്പം കൊണ്ടാണ് ആ എറർ വരുന്നത്. ദാറ്റ് ഈസ് കോൾഡ് എ പേഴ്സണൽ എറർ. ഓക്കെ. പിന്നെ എന്താണ് അടുത്തത്? എറേഴ്സ് ഓഫ്. ഇത് ഒരുപാട് സാധ്യതയുണ്ട്. അശ്രദ്ധ എന്ന് പറഞ്ഞാൽ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന മാത്രമല്ല, പേരൻസിന്റെ റീഡിങ് നോക്കുന്നത്, എഴുതിയെടുക്കുന്നത്, മനസ്സിലായില്ലേ? പലപ്പോഴും പല ആൾക്കാർക്കും പല കുഴപ്പങ്ങളുണ്ട്. ഒരു വീട് ട്രേഡിങ് നോക്കുകയാണ്, ഒരു എക്സാമ്പിൾ പറയാം. വീട് ട്രേഡിങ് നോക്കുമ്പോൾ ഇത് 19, അടുത്ത താഴത്തെ ചെറിയ വര്യത്തിനാണ് 19.1 ചെയ്തു അല്ലേ? ഇതോ 18.9. അതാണ് ശരി, മനസ്സിലായില്ലേ? നേരെ മറിച്ച് പെട്ടെന്ന് കമ്പ്യൂട്ടർ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇതൊന്നും നോക്കില്ല, 19 മേലെയാണ് 19.1 എന്ന് എഴുതി നോക്കും. താഴത്ത് വരുമ്പോൾ 18.1 പലരും ചെയ്യുന്നുണ്ട്. കാരണം അവിടെ 0.9 എഴുതിയില്ല. ഇവിടെ എന്താ ആകെയുള്ളത്? ഇവിടെ മേലെ 18 എന്നുണ്ടാവും, പിന്നെ ഒരു 10 വരെ ഉണ്ടാവും, 19 ഉണ്ടാവും, പിന്നെ ഒരു 10 വരെ ഉണ്ടാവും, 20 ഉണ്ടാവും. അതിനിടയ്ക്കുള്ള വരും 5 വരെ വരുമ്പോൾ കട്ടി കൂടുന്നു മാത്രമേ ഉള്ളൂ. അപ്പൊ ശരിക്കും നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് എന്താണ്? വിവരത്തിന്റെ മോള് റീഡിങ് മേലെ താഴോട്ടാണ്, 0 മേലെയാണ്, 50 താഴെയാണ്, 1 2 3 4 താഴോട്ടാണ് ഇൻക്രീസ് ചെയ്യുന്നത്, താഴോട്ടാണ് ഇൻക്രീസ് ചെയ്യുന്നത്, മേലോട്ട് ഡിക്രീസ് ചെയ്യാണ്. 20 or 21 വേണ്ടിയിട്ട് എൻ്റെ തൊട്ട് മേലെയെങ്കിൽ അത് 19.9 20.9 ആണ്, അല്ലാതെ 21.1 അല്ല എന്ന് മനസ്സിലാക്കണം. അങ്ങനെ മനസ്സിലാക്കിയില്ലെങ്കിൽ പലപ്പോഴും എഴുതുന്നത് തിരിച്ചിട്ടായിരിക്കും. പലരും അങ്ങനെ എഴുതാറുണ്ട്. പിന്നെ ചിലയൊക്കെ ചില പ്രജുഡീസ് ഉണ്ട്, മുൻവിധികൾ പോലെ. ഇപ്പോൾ ഒരു ചിലയൊക്കെയുള്ള മുൻവിധി എന്താണ്? റീഡിങ് എപ്പോൾ റൗണ്ട് ഫിഗർ ആയിരിക്കും. 19.9 കണ്ടാലോ 20.1 കണ്ടാലോ അവർ എഴുതുന്നത് എപ്പോഴും ഓട്ടോമാറ്റിക്കായിട്ട് നല്ലൊരു സംഖ്യ 20 അല്ലേ, 20 എഴുതി വെക്കും. നമ്മൾ 20.1 20.1 എഴുതണം. 19.9 ആണെങ്കിൽ 19.9 എഴുതണം. അത് 20 എഴുതിയാൽ ശരിയാവില്ല. കേൾക്കുമ്പോൾ തമാശ തോന്നുന്നു, ചില ആൾക്കുള്ള അസുഖങ്ങളാണ് അതൊക്കെ. പ്രജുഡീസ്, മുൻവിധികളോടുകൂടി കാര്യങ്ങൾ കാണും, മനസ്സിലായില്ലേ? അങ്ങനെ പല കുഴപ്പങ്ങളുണ്ട് എന്തിന്? ഈ പറഞ്ഞ പേഴ്സണൽ എറേഴ്സ്, മനസ്സിലായില്ല? പാരലാക്സ് എറർ ഉണ്ട്. പാരലാക്സ് നമുക്ക് നേരെ വെച്ചിട്ട് റീഡിങ് എടുക്കാൻ പാടും. നമ്മൾ ഇങ്ങനെ പഠിച്ചിട്ട് എടുത്തു കഴിഞ്ഞാൽ റീഡിങ് കാണുന്നത് പാരലാക്സ് എറർ ഉണ്ടാകും. നമ്മൾ ഫീസ് പഠിച്ചിട്ടുണ്ട് പാരലാക്സ് എററിനെ പറ്റി ഒരുപാട് അല്ലേ? അത് ഉണ്ടാവാതിരിക്കണമെങ്കിൽ റീഡിങ് ഒക്കെ പ്രത്യേകം നോക്കുമ്പോൾ കൃത്യം വിരട്ടാൻ വിപ്പറ്റ് ആയാലും കണ്ണിന് നേരെ വെച്ച് നോക്കണം, മനസ്സിലായില്ലേ?
ബാലൻസ് നിങ്ങൾ ഇപ്പോൾ ഉപയോഗിക്കുന്ന ബാലൻസിന് കുഴപ്പമില്ല, ഇലക്ട്രോണിക് ബാലൻസ് ആണ്. നിങ്ങൾ ഫിസിലൊക്കെ ഒരു ബാലൻസ് ഇങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ട്, അങ്ങനെ ഒരു സ്കെയിലിൻ്റെ മോള് അല്ലേ, ഒരു പോയിന്റർ അങ്ങോട്ടും ഇങ്ങോട്ടും 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 പോകുന്ന ഒരു ബാലൻസ് ഇവിടെ ഇങ്ങനെ കുറേ റീഡിങ് ഉണ്ടാവും. ഇതാണ് പോയിന്റർ അല്ലേ, ഇത് കണ്ടിട്ടുണ്ടാവും. അപ്പൊ ഇങ്ങനത്തെ ശരിക്കും നമ്മൾ നേരെ ഫ്രണ്ട് നോക്കിയാൽ മാത്രമേ കറക്റ്റായിട്ട് പോയിന്റർ എവിടെയാന്ന് മനസ്സിലാവും. കുറച്ച് സൈഡ് നോക്കി കഴിഞ്ഞാൽ വേറെ റീഡിങ് കാണാം, ഡ്യൂ പാരലാക്സ് ഒക്കെ. അപ്പൊ അങ്ങനത്തെ കുഴപ്പങ്ങളൊക്കെ ഉണ്ടാകും സാധ്യതയുണ്ട് ഡ്യൂ ടു കെയർലെസ്നെസ് ഓഫ് ദി പേഴ്സൺ ഹു ഈസ് ഡൂയിങ് ദി എക്സ്പെരിമെന്റ് ആൻഡ് സച്ച് എറേഴ്സ് ആർ കോൾഡ് പേഴ്സണൽ എറേഴ്സ്. ഓക്കെ, ഇതൊക്കെ ഏത് ക്ലാസ്സിൽ വരുന്നതാണ് മറന്നുകൊണ്ട. ഓൾ ക്ലാസ് കംസ് അണ്ടർ ദി ഡിറ്റർമിനേറ്റ് എറേഴ്സ്. പിന്നെ മൂന്നാമത്താണ് എറേഴ്സ് ഓഫ് ദി മെത്തേഡ്. അത് കുറച്ചുകൂടി സീരിയസ് ആണ്. ബിക്കോസ് ദ എറർ ഈസ് ഇൻഹറന്റ് ഇൻ ദ മെത്തേഡ് ഇറ്റ്സെൽഫ്. ആ മെത്തേഡ് തന്നെ തെറ്റായിരിക്കും. ആ മെത്തേഡ് അതിന് ആപ്ലിക്കബിൾ ആയിരിക്കില്ല. മെത്തേഡ് ചിലതിന് ആപ്ലിക്കബിൾ ചില ആപ്ലിക്കബിൾ ആയിരിക്കില്ല. മനസ്സിലായില്ലേ? കൃത്യമായിട്ട് ചിലതിന് ചില എറേഴ്സ് ഉണ്ടാവും ചില മെത്തേഡ് ഉപയോഗിച്ച് ചെയ്താൽ. സച്ച് എറേഴ്സ് ആർ കോൾഡ് എറേഴ്സ് ഓഫ് ദി മെത്തേഡ്. വേറെ മനസ്സിലാകുന്നില്ല. അപ്പൊ നമ്മള് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു, നമ്മള് അടുത്ത ക്ലാസ് പറഞ്ഞു, കഴിഞ്ഞ ബാക്കിലെ ക്ലാസ് ഗ്രാവിമെട്രി പറഞ്ഞു. ഒരു പ്രസിപ്പിറ്റേറ്റ് ഉണ്ടാക്കുന്നു. ആ പ്രസിപ്പിറ്റേറ്റ് നമ്മള് അല്ലേ, analyte is precipitated as a solid substance. It is filtered, washed free of impurities, dried and weighed. ഈ വാഷിംഗ് നടത്തുമ്പോൾ പ്രസിപ്പിറ്റേറ്റ് വാഷിങ്ങിന് വെള്ളം ഉപയോഗിച്ച് വാഷ് ചെയ്യാണ്. ഈ പ്രസിപ്പിറ്റേറ്റ് വെള്ളത്തിൽ ചെറിയ സോലിബിലിറ്റി ഉണ്ടെങ്കിൽ കുറച്ചിലേക്കെങ്കിൽ പല പ്രാവശ്യം നമ്മൾ വാഷ് ചെയ്യുന്നതനുസരിച്ച് ആ പ്രസിപ്പിറ്റേറ്റ് കുറച്ച് വളരെ കുറച്ചാണെങ്കിലും ആ കുറച്ച് കുറേ പ്രാവശ്യം വാഷ് ചെയ്യണം. അപ്പോൾ ഇമ്പ്യൂരിറ്റി പോകുമ്പോൾ നമ്മൾ വാഷ് ചെയ്യുന്നത്. പക്ഷേ എന്താണ് അതിൻ്റെ കൂടെ നമ്മൾ പ്രസിപ്പിറ്റേറ്റിനെ കുറച്ചരിഞ്ഞ് പോവുകയാണെങ്കിൽ നമുക്ക് അവസാനം കിട്ടുന്ന വെയിറ്റ് നമുക്ക് കിട്ടേണ്ട വെയിറ്റിനേക്കാൾ ലേശം കുറവായിരിക്കും. അങ്ങോട്ട് പോയ കുറവ്, ആ കുറവ് വെള്ളം തെളിഞ്ഞ് താഴേക്ക് പോയി. അപ്പൊ എന്തുണ്ടായിരിക്കണം, ആ പ്രസിപ്പിറ്റേറ്റിന്റെ സോലിബിലിറ്റി വെള്ളത്തിൽ ഓൾമോസ്റ്റ് 0 തന്നെ ആയിരിക്കണം. ഫുൾ 0 ആവില്ല, ചെറിയ ഉണ്ടാവും. അത് നമ്മൾ അലൗഡ് എറർ ലിമിറ്റിൽ വരുന്ന ഒരു സോലിബിലിറ്റി പാടില്ല. അതിനേക്കാൾ കൂടുതൽ സോലിബിലിറ്റി പ്രസിപ്പിറ്റേറ്റ് ഉണ്ടെങ്കിൽ ദാറ്റ് പ്രസിപ്പിറ്റേറ്റ് വിൽ ഗോ ഓൺ ഡിസോൾവിംഗ് വിത്ത് വാഷിംഗ് എ നമ്പർ ഓഫ് ടൈംസ് ആൻഡ് ദാറ്റ് മേക്സ് ദി പ്രസിപ്പിറ്റേറ്റ് വെയിറ്റ് ലെസ് ദാൻ ദി ആക്ച്വൽ. അപ്പൊ എന്താണ് കുഴപ്പം? ചെയ്യുന്ന കുഴപ്പമില്ല, ഇൻസ്ട്രുമെന്റിന്റെ കുഴപ്പമില്ല, ആരുടെ കുഴപ്പമാണ്? മെത്തേഡിന്റെ കുഴപ്പമാണ്. Because the precipitate has a little finite solubility in water. പറയുന്നത് ക്ലിയർ ആണ്. വേറെ എക്സാമ്പിൾ ആണ്, നമ്മൾ പഠിച്ചിട്ടുണ്ടാവും, ചിലപ്പോൾ ഓർമ്മ ഉണ്ടോന്ന് അറിയില്ല. ജെൽഡാൽസ് മെത്തേഡ് ഓഫ് നൈട്രജൻ ഡിറ്റർമിനേഷൻ പഠിച്ചോർമ്മ ഉണ്ടോ? അതിനെപ്പറ്റി കേട്ടിട്ട് വേദനാണ്ടോ? ഇതിൽ ചെയ്യുന്നത് ഒരു ഓർഗാനിക് കോമ്പൗണ്ടിലുള്ള നൈട്രജന്റെ പെർസെന്റേജ് കണ്ടുപിടിക്കാനാണ് ഉപയോഗിക്കുന്നത്. പെർസെന്റേജ് ഓഫ് നൈട്രജൻ, മനസ്സിലായില്ലേ? അത് ചെയ്യുന്നത് ആ കോമ്പൗണ്ട് എടുത്തിട്ട് കുറച്ച് സൾഫ്യൂരിക് ആസിഡ്, കോൺസെൻട്രേറ്റ് സൾഫ്യൂരിക് ആസിഡും കോപ്പർ സൾഫേറ്റും ഒക്കെ ചേർത്തിട്ട് നന്നായിട്ട് ചൂടാക്കുക, ഡൈജസ്റ്റ് ചെയ്യുക, നന്നായി ചൂടാക്കുക. അപ്പൊ കംപ്ലീറ്റ് അതിലുള്ള നൈട്രജൻ ഒക്കെ ഡീകമ്പോസ്. ഇപ്പൊ നൈട്രജൻ ഒരു കോമ്പൗണ്ട് പറഞ്ഞേ അനിലിൻ, C6H5NH2 അനിലിൻ, അല്ലെങ്കിൽ യൂറിയ CONH2 ട്വൈസ്, അല്ലെങ്കിൽ പിരിഡിൻ പോലത്തെ കോമ്പൗണ്ട്. ഇതിലൊക്കെ ഈ നൈട്രജൻ എത്ര പെർസെന്റ് നൈട്രജൻ ഉണ്ട് എന്ന് കൃത്യമായി കണ്ടുപിടിക്കാനുള്ള ഒരു മെത്തേഡാണ് ജെൽഡാൽസ് മെത്തേഡ് എന്ന് പറയുന്നത്. In this method, we digest the compound with the concentrated sulfuric acid, copper sulfate, potassium persulfate എന്തെല്ലോ ചേർത്തിട്ട് അതൊക്കെ അധികം അറിയിക്കണ്ട. അതിന് ഡൈജസ്റ്റ് ചെയ്യുമ്പോൾ എന്താവും, നൈട്രജൻ പെർസെന്റ് കോമ്പൗണ്ട് കംപ്ലീറ്റ് എന്ത് ചെയ്യും, ഡീകമ്പോസ് ചെയ്യും. നൈട്രജൻ ഗെറ്റ്സ് കംപ്ലീറ്റ്ലി കൺവേർട്ടഡ് ഇൻടു അമോണിയം സൾഫേറ്റ്. അമോണിയം സൾഫേറ്റ് ആയി മാറും. എന്നിട്ട് അമോണിയം സൾഫേറ്റ് അമോണിയം ലിബറേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. എന്ത് അതിൽ അമോണിയ ഇതിൽ ബേസ് ചേർത്ത് കഴിഞ്ഞാൽ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. ഇതിൽ NaO ചേർത്ത് കഴിഞ്ഞാൽ അമോണിയ ഗ്യാസ് കൊടുത്ത് അമോണിയ ഗ്യാസ് എത്രയുണ്ടെന്ന് എസ്റ്റിമേറ്റ് ചെയ്തിട്ട് അതിൽ നിന്നാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നത്, നൈട്രജന്റെ കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കുന്നത്. പക്ഷേ ചില കോമ്പൗണ്ട്സ് ഇങ്ങനെ പറഞ്ഞ ജെൽഡാൽസ് മെത്തേഡ് ഡൈജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലും കംപ്ലീറ്റ് ഡീകമ്പോസ് ചെയ്ത് എന്താവില്ല, അമോണിയം സൾഫേറ്റ് ആവില്ല. ഇതാവും, അനിലിൻ ആവും, യൂറിയ ആവും, പക്ഷെ പെരിഡിൻ ആവില്ല. പെരിഡിൻ ആയിട്ട് നിങ്ങൾ ഒരു റിങ്ങിൻ്റെ ഉള്ളിലാണ്, അത്ര പെട്ടെന്ന് ഡീകമ്പോസ് ചെയ്ത് വരില്ല. അപ്പൊ എന്തുണ്ടാവും, നമ്മൾ ഇത് ചെയ്യുന്ന പോലെ ഇത് ചെയ്താല് ഇല്ല നൈട്രജൻ നമ്മൾ കിട്ടുന്ന നൈട്രജൻ കിട്ടും, പക്ഷെ എന്തായിരിക്കും കിട്ടുന്നതിനേക്കാൾ എപ്പോഴും വേണ്ടതിനേക്കാൾ എന്തായിരിക്കും യഥാർത്ഥ വാല്യൂവിനേക്കാളും കുറവായിരിക്കും. ഒരു എക്സാമ്പിൾ പറഞ്ഞു തരുന്നത്, ഇതിനെപ്പറ്റി അധികം കേട്ടിട്ട് വിഷമിക്കൊന്നും വേണ്ട, മനസ്സിലായില്ലേ? ഇത് ജെൽഡാൽസ് എസ്റ്റിമേഷൻ ഓഫ് നൈട്രജൻ. ഓക്കെ, certain compounds will not decompose completely on the digestion with sulfuric acid. Sulfuric acid ചേർത്ത് ഡൈജസ്റ്റ് ചെയ്യുമ്പോൾ ചില ഓർഗാനിക് കോമ്പൗണ്ട്സ് പൂർണ്ണമായും ഡീകമ്പോസ് ചെയ്യില്ല. അതുകൊണ്ട് തന്നെ അതിലെ നൈട്രജൻ പെർസെന്റേജ് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ യഥാർത്ഥ വാല്യൂവിനേക്കാൾ എപ്പോഴും കുറവേ കിട്ടുകയുള്ളൂ.
ആരെ കുഴപ്പമാണത്? പറഞ്ഞ പോലെ ആ മെത്തേഡിന് പറഞ്ഞാലുള്ള കുഴപ്പമാണ്. കാരണം എറേഴ്സ് ഓഫ് ദി മെത്തേഡ് പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല, എല്ലാ കോമ്പൗണ്ടും പറ്റുമെന്ന് പറഞ്ഞില്ല. പക്ഷെ നമ്മളതിൽ ആരും ഉപയോഗിക്കാൻ പറ്റില്ല. ഇപ്പൊ ചില മെത്തേഡ് ചിലതിന് മാത്രമേ പറ്റൂ, നമ്മൾ അറിഞ്ഞിരിക്കണം. അറിഞ്ഞില്ലെങ്കിൽ ആ മെത്തേഡ് ഉപയോഗിച്ചാൽ തന്നെ തെറ്റായിരിക്കും. മറ്റേ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ പറഞ്ഞു അല്ലേ, എറേഴ്സ് ഓഫ് ദി മെത്തേഡ്. ഗ്രാവിമെട്രിക് അത് നമുക്ക് വളരെ പരിചയം. ഗ്രാവിമെട്രിയിൽ പ്രസിപ്പിറ്റേറ്റ് വാഷ് ചെയ്യുന്നതിനനുസരിച്ച് വളരെ കുറച്ചെങ്കിലും ഡിസോൾവ് ചെയ്ത് പോവുകയാണെങ്കിൽ that will cause an error in the experiment and such an error is called errors of the method. അപ്പോൾ 3 ടൈപ്പ് എറേഴ്സ് ആണുള്ളത്. എന്തൊക്കെയാണ് 3 ടൈപ്പ്? ഡിറ്റർമിനന്റ് എറേഴ്സ്. എന്തൊക്കെയാണ്? ഇൻസ്ട്രുമെന്റൽ എറേഴ്സ്, പേഴ്സണൽ എറേഴ്സ് ആൻഡ് എറേഴ്സ് ഓഫ് ദി മെത്തേഡ്. അടുത്തത് രണ്ടാമത്തെ മെയിൻ ക്ലാസ് ആണ് ഇൻഡിറ്റർമിനേറ്റ് എറേഴ്സ്. That is caused by the random variation, slight random variation in the conducting the experiment. If the experiment is repeated by the same person, taking utmost care, വളരെ ശ്രദ്ധിച്ച് വളരെ എക്സ്പേർട്ട് ആയ ഒരാൾ ഒരു എക്സ്പെരിമെന്റ് പല പ്രാവശ്യം ചെയ്താലും എന്താ കിട്ടുക? ഒരേ വാല്യൂ കിട്ടാനുള്ള സാധ്യത കുറവാണ്. ചെറിയ വേരിയേഷൻ ഉണ്ടാവും. മനസ്സിലായില്ലേ? അപ്പൊ എന്താണ്, എന്തോ ചെറിയ മിസ്റ്റേക്ക് വരുന്നുണ്ട് എവിടെയോ, അത് റാൻഡം ആണ്. മനസ്സിലായില്ലേ? അതുകൊണ്ട് തന്നെ അത് നമുക്ക് കണ്ടുപിടിക്കുക, എത്ര ശ്രദ്ധിച്ചാൽ കണ്ടുപിടിക്കാൻ പറ്റില്ല. ചിലപ്പോൾ ഒരു പിപ്പറ്റ് ഇങ്ങനെ പിടിച്ച് ഡ്രെയിൻ പിപ്പറ്റ് 20 ml നമ്മൾ കൃത്യമായിട്ട് എടുത്ത് മാർക്ക് വരെയൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ കോർണർ ഗ്ലാസിന്റെ മേലെ വെച്ച് വെള്ളമൊക്കെ വിട്ട് ഇത് കംപ്ലീറ്റ് ഡ്രെയിൻ ചെയ്ത് പോയി നിങ്ങൾക്കറിയാം കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം. ഈ കാത്തിട്ട് സമയം പലപ്പോഴും ആൾക്കാർക്ക് ഒരു ക്ഷമ ഉണ്ടാവില്ല. തട്ടി എങ്ങളും അങ്ങനെ ചെയ്യുന്നുണ്ടാവാം. ഒന്ന് വീറിട്ട് പിപ്പറ്റ് വീണ് കഴിഞ്ഞാൽ ഒന്നിങ്ങനെ തട്ടിയുടെ പണികൾ എടുക്കും. പക്ഷെ അത് തെറ്റാണ്. അത്രയും ചെയ്യുമ്പോഴേക്ക് അത് 20 ml കംപ്ലീറ്റ് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടാവില്ല, ചെറിയ കുറവുണ്ടാവും. മനസ്സിലായില്ലേ? അത് ഓരോ പ്രാവശ്യവും ചില പ്രാവശ്യം അപ്പുറത്തുള്ള സുഹൃത്തൊന്നും വർത്തമാനം പറയാൻ നമ്മൾ കുറച്ച് നേരം ചിലപ്പോൾ അപ്പുറത്തുള്ള വർത്തമാനം പറഞ്ഞാൽ തട്ടിയിട്ട് ഇങ്ങോട്ട് എടുക്കും. അപ്പോൾ പല പ്രാവശ്യവും പല വിധത്തിലായിരിക്കും ചെറിയ മിസ്റ്റേക്കുകൾ. ഇതൊരു എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. മനസ്സിലായില്ലേ? ഈവൻ ദ അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ കാരണം നമ്മൾ വിപ്പറ്റിന്റെ ഒക്കെ വോളിയം, പ്രത്യേകിച്ച് വിപ്പറ്റിന്റെ വോളിയം, സ്റ്റാൻഡേർഡ് ഫ്ലാസ്കിന്റെ വോളിയം ഒക്കെ ഗ്ലാസിന്റെ വോളിയാണ് അതിൽ പാത്രത്തിന്റെ. അത് രാവിലെ ആകുമ്പോൾ ടെമ്പറേച്ചർ ടെമ്പറേച്ചർ കൂടുതലായിരിക്കും. അപ്പോൾ ചെറിയ വ്യത്യാസം അങ്ങനെയൊക്കെ വരാം. മനസ്സിലായില്ലേ? അങ്ങനെ റാൻഡം വേരിയേഷൻ കൊണ്ട് വരുന്ന ചെറിയ എറേഴ്സ് വലിയ ലാർജ് എററായി വരാൻ സാധ്യത. മാഗ്നിറ്റ്യൂഡ് പലപ്പോഴും കുറവായിരിക്കും. ഇത് ഇൻഡിറ്റർമിനേറ്റ് എറേഴ്സ്. magnitude of such an error is a minimum usually, but still whatever precaution we may take, you can see that there is a slight variation in the result of the measurement in replicate analysis. Replicate എന്ന് പറയുന്നത് ഒരേ എക്സ്പെരിമെന്റ് പല പ്രാവശ്യം ചെയ്യുമ്പോൾ നമ്മൾ കാണുന്നത് കിട്ടുന്ന വാല്യൂസ് തമ്മിൽ ചെറിയ സ്ലൈറ്റ് വേരിയേഷൻ ഉണ്ടാവും. And that variation of course ഏതൊന്നിലും ശരിയുണ്ടോന്ന് ഉറപ്പല്ലേ? Yes, that variation is of course due to the random variation in the experimental conditions, and such errors are called indeterminate errors. And the indeterminate errors of course are those errors whose source cannot be determined, and thus it is difficult to avoid or minimize. Even though the magnitude of such error is small, it is difficult to minimize or avoid such errors. പക്ഷേ നമ്മൾ നേരത്തെ പറഞ്ഞൊക്കെ നമുക്ക് മിനിമൈസ് ചെയ്യാൻ അവോയ്ഡ് ചെയ്യാൻ പറ്റും. കാരണം എന്താണ്? ഇൻസ്ട്രുമെന്റൽ എറേഴ്സ്. നല്ല ഇൻസ്ട്രുമെന്റ് ഉപയോഗിച്ചാൽ മതി. ഇൻസ്ട്രുമെന്റ് അവരുടെ പുതിയ കാലിബ്രേറ്റ് ചെയ്യാനൊക്കെ മെത്തേഡ് ഉണ്ട്. അത് അതിലേക്കൊന്നും പോകണമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇൻസ്ട്രുമെന്റ് നമുക്ക് തന്നെ കാലിബ്രേറ്റ് ചെയ്യാം. പിപ്പറ്റ് 20 തന്നെയാണോ അല്ലെങ്കിൽ വേറിട്ടുണ്ട് റേഡിയോ ഒക്കെ ശരിയാണോ നോക്കാനുള്ള ഒരുപാട് ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഒക്കെ മെത്തേഡ് ഉണ്ട്. അങ്ങനെ വളരെ കൃത്യമായി കാലിബ്രേറ്റ് ഇൻസ്ട്രുമെന്റ് ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇൻസ്ട്രുമെന്റൽ എറേഴ്സ് ഒഴിവാക്കാൻ പറ്റും അല്ലേ? വളരെ കൃത്യമായിട്ട് ശ്രദ്ധിച്ചൊക്കെ ചെയ്താൽ ഒരു പരിധി വരെ പരമാവധി നമുക്ക് എന്താ ഒഴിവാക്കാം? പേഴ്സണൽ എറേഴ്സ് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ശരിയല്ലേ? പിന്നെന്താണ്? മെത്തേഡ് ഉണ്ട്. ആ മെത്തേഡിനെ പറ്റി പഠിച്ചു കഴിഞ്ഞാൽ മെത്തേഡിനെ പറ്റില്ല നമ്മൾ ഒഴിവാക്കി വേറെ മെത്തേഡ് അഡോപ്റ്റ് ചെയ്യുന്നതിൽ നമുക്ക് അതും ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ നമുക്ക് അതിന്റെ സോഴ്സ് കണ്ടുപിടിച്ച് ഒഴിവാക്കാൻ പറ്റുന്നതാണ്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മളിപ്പോൾ പെരിഡിനുള്ള ഒരു കോമ്പൗണ്ട് എടുത്തിട്ട് ചെയ്യുമ്പോൾ എപ്പോഴും കിട്ടുന്ന വാല്യൂ കുറവാണ്. അപ്പോൾ നമുക്ക് ഉടനെ സ്ട്രൈക്ക് ചെയ്താൽ മെത്തേഡ് എന്തോ കുഴപ്പമുണ്ട്. അതിനിപ്പോൾ സ്റ്റഡി ചെയ്താൽ മനസ്സിലാവും പെരിഡിൻ കംപ്ലീറ്റ് ഡീകമ്പോസ് ചെയ്യുന്നില്ല. അപ്പോൾ എന്താണ്? ആ മെത്തേഡ് അതിന് പറ്റൂല. അപ്പോൾ വേറെ മെത്തേഡ് എടുക്കുക. അല്ലെങ്കിൽ ഒരു ഗ്രാവിമെട്രിക് എക്സ്പെരിമെന്റ് നമ്മൾ ചെയ്യുമ്പോൾ എപ്പോഴും കിട്ടുന്ന വാല്യൂ ലേശം കുറവാണ്. എന്തുകൊണ്ട് കുറവായി? വീണ്ടും സ്റ്റഡി മനസ്സിലാവും. ആ പ്രസിപ്പിറ്റേറ്റിന് ലേശം സോലിബിലിറ്റി ഉണ്ട്. അപ്പോൾ അത് ഡിസോൾവ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ ആ മെത്തേഡ് അതിന് പറ്റൂല. വേറെ വല്ല മെത്തേഡ് അഡോപ്റ്റ് ചെയ്യണം. സോ സച്ച് കറക്ഷൻ മെത്തേഡ്സ് ക്യാൻ ബി അപ്ലൈഡ് ഫോർ എറേഴ്സ് ഓഫ് ദി മെത്തേഡ്. അപ്പോൾ എല്ലാത്തിനും ഇതൊക്കെ നമുക്ക് കണ്ടുപിടിച്ച് കറക്റ്റ് ചെയ്യാൻ പറ്റും. നേരെ മറിച്ച് ഈ സാധനം ക്ലാസ്സിൽ വരുന്നത് കണ്ടുപിടിച്ച് കറക്റ്റ് ചെയ്യാൻ പറ്റില്ല. Of course, the magnitude of this indeterminate errors is always minimum. മനസ്സിലായില്ലേ? നമ്മൾ അതിലേക്ക് അതൊക്കെ പോകണം നമുക്ക് അതിനെ പറഞ്ഞുതരാം. അതിൽ ഇഫ് യു ഡു an experiment a number of times, theoretically നമുക്ക് ഒരു എക്സ്പെരിമെന്റ് നമുക്ക് 10 20
പ്രാക്ടിക്കലി വലിയ ബുദ്ധിമുട്ടാണെങ്കിൽ കുറേ പ്രാവശ്യം ചെയ്യാം. അങ്ങനെ പല പ്രാവശ്യം ചെയ്താൽ ഫോർ എക്സാമ്പിൾ ഒരു എക്സാമ്പിൾ പറയാം. നമുക്ക് കിട്ടേണ്ട വാല്യൂ 100 100 വിചാരിക്കും. നമ്മൾ ഒരു പ്രാവശ്യം ചെയ്ത് 100 കിട്ടി, രണ്ടാമത്തെ പ്രാവശ്യം ചെയ്ത് 100 കിട്ടി, മൂന്നാമത്തെ പ്രാവശ്യം ചെയ്ത് 101 കിട്ടുന്നത്, നാലാമത്തെ പ്രാവശ്യം ചെയ്യുന്ന 100 കിട്ടി, അഞ്ചാമത്തെ പ്രാവശ്യം 99 കിട്ടുന്നത്, ആറാമത്തെ പ്രാവശ്യം ചെയ്യുമ്പോൾ 100 കിട്ടി, ഏഴാമത്തെ പ്രാവശ്യം ചെയ്യുമ്പോൾ 98 കിട്ടി, എട്ടാമത്തെ പ്രാവശ്യം ചെയ്യുമ്പോൾ 100 കിട്ടി, 101 കിട്ടി, 102 കിട്ടി, വീണ്ടും 100 കിട്ടി, വീണ്ടും 100 കിട്ടി, വീണ്ടും 98 കിട്ടി, 97 കിട്ടി, 100 കിട്ടി, 99 കിട്ടി, 101 കിട്ടി. ഇങ്ങനെ പല പ്രാവശ്യം ചെയ്ത് വേസ്റ്റ് തന്നിരിക്കും. നമുക്ക് ഇതിൽ ഓരോന്നിലും എറർ കണക്കൂട്ടാം. ഇതിൽ എറർ എത്രയാണ്? 0. ഇതിൽ എത്രയാണ് എറർ? 0. ഇതിൽ എത്രയാണ്? +1. ഇതിൽ എത്രയാണ്? 0. ഇതിൽ എത്രയാണ്? -1. മനസ്സിലുണ്ടോ? ഇതിൽ എത്രയാണ്? 0. ഇതിൽ -2. ഇതിൽ +1. ഇതിൽ +2. ഇതിൽ 0. ഇതിൽ 0. ഇതിൽ -2. ഇതിൽ -3. ഇതിൽ 0. ഇതിൽ -1. ഇതിൽ +1. ഇതാണ് ഓരോ പ്രാവശ്യം ഉണ്ടാകുന്നത്. ഒന്നാമത്തെ പ്രാവശ്യം ഉണ്ടായിരുന്നത് 0. സോ ഇഫ് യു മേക്ക് എ പ്ലോട്ട്, ഒരു ഗ്രാഫ് വരക്കുക എന്ന് വെച്ചാൽ ഓഫ് എ magnitude of the error, errorന്റെ magnitude 0, +1, +2, +3, ഇങ്ങോട്ട് -1, -2, -3 അല്ലേ? This is the magnitude and this is the frequency of the error. എന്താ പറഞ്ഞാൽ മനസ്സിലാകുന്നത്? എത്ര പ്രാവശ്യം ഉണ്ടായിരുന്നത്. അപ്പോൾ എന്താണ് എറർ എന്നുള്ളത് ഇവിടെ എക്സാസ് പ്ലോട്ട് ചെയ്യാം. അത് +1, +2, +3, +100 1%, 2%, നമുക്ക് എന്തെങ്കിലും ചെയ്യാം. ഇത് ഇങ്ങോട്ട് -1%, 100 സൗകര്യത്തിന് പറഞ്ഞതേ ഉള്ളൂ. കിട്ടേണ്ട വാല്യൂവിനെക്കാളും ഇത്ര കുറഞ്ഞ വാല്യൂ, ഇത്ര കൂടിയ വാല്യൂ. അപ്പൊ നമുക്കിങ്ങനെ എറേഴ്സിനൊക്കെ ഇങ്ങനെ ചെയ്യാം. എന്നിട്ട് y ആക്സിസിൽ എന്താ പ്ലോട്ട് ചെയ്യുന്നത്? ഫ്രീക്വൻസി. അതായത് +1 എറർ എത്ര പ്രാവശ്യം ഉണ്ടായി? +1 എറർ ഒരു പ്രാവശ്യം ഉണ്ടായി, +1 2 പ്രാവശ്യം ഉണ്ടായി, +1 എറർ 3 പ്രാവശ്യം ഉണ്ടായി. അപ്പൊ എന്ത് ചെയ്യുക? അതിന് 3. മനസ്സിലായില്ലേ? 0 എറർ എത്ര പ്രാവശ്യം ഉണ്ടായി? 1, 2, 3, 4, 5, 6, 7 പ്രാവശ്യം 0 എറർ ഉണ്ടായി. 7. മനസ്സിലായില്ലേ? -1 എത്ര ഉണ്ടായി? ഇത്ര ഉണ്ടായി. ശരി. -2 എത്ര ഉണ്ടായി? അതിനേക്കാളും കുറവ് 1, ആകെ ഒരു പ്രാവശ്യം 2 പ്രാവശ്യം ഉണ്ടായി. -2 2 പ്രാവശ്യം ഉണ്ടായി. -3 എത്ര പ്രാവശ്യം ഉണ്ടായി? +3 ആണ് ഇവിടെ +. അതുപോലെ നമുക്ക് ഇങ്ങനെ പ്ലോട്ട് ചെയ്യാം. കാരണം മനസ്സിലാകുന്നില്ല എത്ര പ്രാവശ്യം എറർ ഉണ്ടായി. 1% എറർ എത്ര പ്രാവശ്യം ഉണ്ടായി? 2% അങ്ങനെ കൂട്ടാം. എന്തായാലും the magnitude of the error is taken along the x-axis and the frequency of the error is, ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ ആ എറർ എത്ര പ്രാവശ്യം നോക്കാം. നമ്മൾ 100 പ്രാവശ്യം ചെയ്തിട്ട് 10 പ്രാവശ്യം എറർ ഉണ്ടായി, 100 പ്രാവശ്യം ചെയ്തിട്ട് ഒരു പ്രാവശ്യം പോലെ എറർ ഉണ്ടായില്ല, 100 പ്രാവശ്യം ചെയ്തിട്ട് 50 പ്രാവശ്യം എറർ 0 ആണ്. അങ്ങനെ നമ്മുടെ ഗ്രാഫിൽ പ്ലോട്ട് ഇറ്റ് സീൻ ദാറ്റ് ഇഫ് ദ നമ്പർ ഈസ് റിലേറ്റീവ്ലി ലാർജ്, 1 2 ഒന്നും പോരാ, ഒരുപാട് പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ തിയററ്റിക്കലി വി ക്യാൻ സീ ദാറ്റ്, or practically also we can see that we will get a graph like this. ഈ ഗ്രാഫിന്റെ അർത്ഥം, ഈ ഗ്രാഫിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകുന്നത് 0 മാഗ്നിറ്റ്യൂഡുള്ള എറർ, അത് എറർ ഇല്ലാതിരിക്കാനുള്ള സാധ്യത മാക്സിമം, ഗ്രാഫ് ഏറ്റവും കൂടുതൽ വരുന്നത് ഇവിടെ ആയിരിക്കും. പിന്നെ ചെറിയ എറർ +1 -1 ആകാൻ സാധ്യത കുറച്ച് കൂടുതലുണ്ട്. എററിന്റെ മാഗ്നിറ്റ്യൂഡ് കൂടുന്നതിനനുസരിച്ച് എറർ ഉണ്ടാകാൻ സാധ്യത കുറഞ്ഞു വരികയാണ്. ഒരു വലിയ എറർ ഉണ്ടാകുന്നത് +5 +6 ഒന്നും ഉണ്ടാകാൻ സാധ്യത തീരെയില്ല. പറയുന്നത് മനസ്സിലാകുന്നില്ല? അപ്പൊ ഇങ്ങനത്തെ ഒരു ഗ്രാഫ് നമുക്ക് കിട്ടും. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഗ്രാഫ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും ചിലപ്പോൾ. ഗോസിയൻ കിട്ടുന്നുണ്ടാവും. ഗോസിയൻ കേവ് എന്ന് പറയും. ബെൽ ഷേപ്പ്, നമ്മുടെ ബെല്ലില്ലേ, നമ്മുടെ ചെറുപ്പം മണി എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള കണ്ടില്ലേ? ബെൽ ഷേപ്പ് ഇങ്ങനെ പോയി ഇങ്ങനെ വരുന്നത് ബെൽ ഷേപ്പ്ഡ് curve is obtained if you plot the frequency of the error, frequency of occurrence of the error against the magnitude of the error. Magnitude of the error x-axis-ലും അതിന്റെ ഫ്രീക്വൻസി പറയുന്നത് മനസ്സിലായില്ലേ? എറർ ഇല്ലാത്ത 0 എററിന്റെ സാധ്യത 10 എണ്ണം, +1 എററിന്റെ സാധ്യത 8 എണ്ണം, +2 ഉള്ളത് 6 എണ്ണം, +3 ഉള്ളത് 4 എണ്ണം, +4 ഉള്ളത് 2 എണ്ണം, +5 ഉള്ളത് ഒന്നുമില്ല, പിന്നെ അങ്ങോട്ട് ഒന്നും ഉണ്ടാവില്ല. കാരണം വലിയ എറർ ഉണ്ടാവാൻ സാധ്യതയില്ല. Such a curve is called the error curve. മനസ്സിലായി? നോർമൽ ഡിസ്ട്രിബ്യൂഷൻ കർവ്, ഗോസിയൻ എറർ കർവ് എന്നും പറയാം. ഗോസിയൻ എറർ കർവ്. Plotting is a curve obtained by plotting the magnitude,
plotting the frequency of the error against the magnitude